അവരെ നോക്കി ചിരിയോടെ പറയുന്നതിൻ്റെ കൂടെ അവരുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി മാറ്റിവെച്ചിരുന്നു അവൾ. അപ്പോഴും ഇഴിഞ്ഞ കണ്ണുകളോട് അവളെ നോക്കിയിരിക്കുകയാണ് സുമ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ചേച്ചിക്ക് ഇവിടെ നിൽക്കാം. ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ വിട്ടു പോവുകയാണെങ്കിൽ ചേച്ചിക്കും ഞങ്ങളുടെ കൂടെ വരാം. അത് പറഞ്ഞ് ചിത്ര നടന്നു പോകുമ്പോൾ അവൾ പോകുന്ന വഴിയെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു സുമ. ഈശ്വരമംഗലം എന്നെഴുതിയ കമ്പനിക്ക് മുൻപിൽ അബിയുടെ റോൾസ് റോയ്സ് വന്ന് നിന്നു. തൻ്റെ മുൻപിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആ വലിയ കെട്ടിടത്തിലേക്ക് അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി. ആ കെട്ടിടത്തിനകത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ കൂടെ കിഷോറും ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് കയറി വരുന്ന അബിയെയും കിഷോറിനെയും അവിടെ ഉള്ളവർ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അഭിമന്യു ദുർഗാദേവി എന്ന വലിയ ബിസിനസ്മാൻ കടന്നു വന്നത്. ഉടനെ അതിൽ ഒരാൾ MDയുടെ ക്യാബിനിലേക്ക് നടന്നു പോവുകയും ചെയ്തിരുന്നു. സർ, MDയുടെ ക്യാബിൻ ചെയറിലിരുന്ന് ഗോവിന്ദ് അയാളെ ഒന്ന് നോക്കി. എന്താടോ? അത് സർ, അഭിമന്യു സാർ വന്നിട്ടുണ്ട്. എന്ത്? അതെ സർ, ഇവിടേക്കാണ് വരുന്നത്. വെപ്രാളത്തോടു കൂടിയുള്ള അയാളുടെ സംസാരം കേട്ടതും ഇരിക്കുന്ന ചെയറിൽ നിന്ന് സഹദേവൻ എഴുന്നേറ്റു നിന്നു. എന്നാൽ അയാൾ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ക്യാബിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് കയറിയിരുന്നു അബി. അബിയുടെ വരവിൽ സഹദേവൻ ഒന്ന് പതറിയെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ അയാൾ അവനെ തന്നെ നോക്കി നിന്നു. എന്തു വേണം? അബിയെ നോക്കി അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ അവൻ എന്തിനായിരിക്കും വന്നത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ അയാളെ നോക്കി പുച്ഛിച്ചിരുന്ന ശേഷം അകത്തേക്ക് കയറിയിരുന്നു അബി. വളരെ നല്ല ചോദ്യം, പക്ഷേ അത് നിങ്ങളോടാണ് ചോദിക്കേണ്ടത്, അതും ഞാൻ. ഈ ക്യാബിനിൽ ഈ ചെയറിലിരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അയാളോട് ഗൗരവത്തോടെ അത് ചോദിക്കുന്നതിൻ്റെ കൂടെ അകത്തേക്ക് കയറിയിരുന്നു അവൻ. എന്നാൽ ഗാംഭീര്യത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഒന്ന് പതറിപ്പോയിരുന്നു അയാൾ. എങ്കിലും തൻ്റെ മുഖത്തെ പതർച്ച മറച്ചുകൊണ്ട് അയാൾ അവന് നേരെ ശബ്ദമുയർത്തി. വേഗം ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ? അവനെ നോക്കി അയാൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അബിയുടെ കൈ അവൻ്റെ കഴുത്തിൽ മുറുകിയിരുന്നു. ഈശ്വരമംഗലത്തെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ എൻ്റേതാ, അഭിമന്യു ദുർഗാദേവിയുടേത്. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ. എന്നാൽ ഇത് സമയം ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു അയാൾ. ഓരോ സെക്കൻഡ് കഴിയും തോറും അവൻ്റെ കഴുത്തിലൂടെ അബിയുടെ കയ്യിലെ പിടി കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. അവസാനം ശ്വാസം കിട്ടാതെ പിടയുന്ന അയാളെ പുച്ഛിച്ചുകൊണ്ട് അവൻ നിലത്തേക്കിട്ടു. ഇപ്പോൾ ഈ സെക്കൻഡ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ജീവനോടെ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. അയാളെ നോക്കി ശാന്തമായാണ് അബി അത് പറഞ്ഞതെങ്കിലും അവൻ്റെ കണ്ണുകളെരിയുന്ന പക അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പകയെരിയുന്ന മനസ്സുമായി ഓഫീസിൻ്റെ ക്യാബിൻ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചു മുൻപ് വരെ തന്നെ ബഹുമാനത്തോടെയും ഭയത്തോടെയും മാത്രം നോക്കി നിന്ന അവിടെയുള്ള ഓരോ ആളുകളും അയാളെ പുച്ഛത്തോടെ സഹതാപത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ച അയാൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപമാനവും നാണക്കേടും പേറി ആ ഓഫീസിൻ്റെ പടിയിറങ്ങുമ്പോൾ അബിയെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു അയാളുടെ ഉള്ളിൽ. ഒരു വിജയച്ചിരിയോടെ അബി ആ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. തൻ്റെ മുറിയിൽ ഇരിക്കുവാണ് ഈശ്വരി. അവരുടെ മനസ്സാകെ അസ്വസ്ഥമാണ്. പെട്ടെന്നാണ് അവരുടെ മുറിയുടെ കതക് തുറന്ന് അയാൾ അകത്തേക്ക് കയറി വന്നത്. അയാളുടെ മുഖം ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും ചുവന്ന് വലിഞ്ഞു മുറുകിയിരുന്നു. എന്താ സഹദേവ, എന്തു പറ്റി? അയാളുടെ നിൽപ്പ് അത്രയ്ക്ക് പരന്തിയല്ല എന്ന് തോന്നിയതും മഹേശ്വരി അയാളോട് ചോദിച്ചു. എന്തു പറ്റിയെന്ന് നിങ്ങൾക്കറിയില്ലേ? അവരെ നോക്കി ദേഷ്യത്തിൽ അയാൾ അലറുമ്പോൾ ഇതുവരെ കാണാത്ത അയാളുടെ പുതിയ ഭാവത്തിലാകെ പകച്ചു പോയിരുന്നു അവർ. ഇതുവരെ തന്നോട് താഴ്മയോടെ വിനയത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ മാത്രം സംസാരിച്ച അയാളുടെ ഈ ഭാവം അവരെ ആകെ ഞെട്ടിച്ചിരുന്നു. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം, അയാളെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അയാളുടെ പ്രവൃത്തി അവർക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നൊന്തുവല്ലേ എന്ന അവൻ, ആ അഭിമന്യു, ഇന്നലെ വരെ എൻ്റെ മുൻപിൽ തല താഴ്ത്തി ഓച്ചാനിച്ച് നിന്നവരുടെ മുൻപിൽ വച്ചാണ് എന്നെ നാണം കെടുത്തി അപമാനിച്ചിറക്കി വിട്ടത്. ആ ഓഫീസിലുണ്ടായിരുന്നവരെല്ലാം എൻ്റെ സ്ഥാനം, എനിക്ക് കിട്ടിയ ബഹുമാനമെല്ലാം ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇല്ലാതായത്. ഒരു നിമിഷം അയാളുടെ വെളിപ്പെടുത്തൽ പകച്ചു നിന്നിരുന്നു ഈശ്വരി. അബി ഓഫീസിൽ കൂടെ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചുവെന്ന് കൂടെ കേട്ടതും അവൻ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെയായി. അവരുടെ മുഖത്ത് അവനോടുള്ള വെറുപ്പ് നിറഞ്ഞു. ഇന്നലെ വരെ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയിരുന്നത്, എന്നാൽ ഇന്നെനിക്ക് മനസ്സിലായി, ദേവമംഗലത്ത് മഹേശ്വരി ഒരു പൂജ്യമാണെന്ന്, ഒരു വലിയ പൂജ്യം. അവരെ നോക്കി ദേഷ്യവും പുച്ഛവും നിറച്ച് പറയുന്നതിൻ്റെ കൂടെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അയാൾ.
എന്നാൽ അബിയോടുള്ള ദേഷ്യം സഹിക്കാൻ കഴിയാതെ തൻ്റെ കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എറിഞ്ഞൊടിച്ച ദേഷ്യത്തിൽ താഴേക്ക് പോയിരുന്നു അവർ. അബിയോടുള്ള ദേഷ്യം ചിത്രയോട് തീർക്കാനിറങ്ങി അവർ മുൻപിൽ കണ്ട കാഴ്ചയിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ചിത്രയോട് സംസാരിച്ചിരിക്കുന്ന സുമ. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും സുമതി വീട്ടിൽ തന്നെ നിൽക്കുന്നത് കാണി അവർക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. തൻ്റെ വാക്ക് വീട്ടിലെ ഒരു അടുക്കളക്കാരി പോലും കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവർക്ക് ദേഷ്യം സഹിക്കാൻ കഴിയാതെയായി. സുമതി! വലിയ ശബ്ദത്തിൽ അവർ അലറിയതും അതുവരെ എന്തോ സംസാരിച്ചു നിന്ന 2 പേരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. നിന്നോടല്ല ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? എൻ്റെ വീട്ടിലെ വേലക്കാരി ഞാൻ പറഞ്ഞത് കേൾക്കാതെ എന്നെ ധിക്കരിക്കുന്നു. അവരെ നോക്കി അലറുന്നതിൻ്റെ കൂടെ അവർക്ക് നേരെ കൈ ഉയർത്തിയിരുന്നു ഈശ്വരി. എന്നാൽ പെട്ടെന്ന് ആ കൈകൾക്ക് മുകളിൽ മറ്റൊരു കൈ വന്നു പിടിച്ചിരുന്നു. ഒരു നിമിഷം ഈശ്വരി ഇടിവെട്ടേറ്റതുപോലെ നിന്നു. തൻ്റെ നേർക്ക് ആദ്യമായി ഒരാൾ കൈ ഉയർത്തിയിരിക്കുന്നു. അവർ ദേഷ്യത്തോടെ മുൻപോട്ട് നോക്കിയതും കാണുന്നത് അവരുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രയെയാണ്. അത് കാണി അവരുടെ മുഖം ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും ചുവന്നു. അവളിൽ നിന്ന് വേഗത്തിൽ തൻ്റെ കൈ വലിച്ചെടുക്കുന്നതിൻ്റെ കൂടെ അവർ ചിത്രയെ നോക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് വലിഞ്ഞു കയറി വന്ന നീ എനിക്ക് നേരെ കൈ ഉയർത്തുന്നോ? അത് കേൾക്കെ ചിത്ര അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ തെരുവിൽ നിന്ന് വന്നവൾ തന്നെയാണ്, ആരുമില്ലാത്ത അനാഥ. പക്ഷേ എന്നെയും എൻ്റെ ഭർത്താവിനെയും വിശ്വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന സുമേച്ചിയുടെ ദേഹത്ത് അനാവശ്യമായി കൈവെക്കാമെന്ന് കരുതിയ അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരോ? അതിന് ഇവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇന്നലെ വരെ സുമേച്ചി നിങ്ങളുടെ ജോലിക്കാരി ആയിരിക്കും, പക്ഷേ ഇപ്പോൾ തൊട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇനി അവർക്കെതിരെ കൈ ഉയർത്തുന്നതിന് മുൻപ് ഈശ്വരിയമ്മ 2 വട്ടമെങ്കിലും ചിന്തിക്കണം. ഈശ്വരിയെ നോക്കി ദേഷ്യത്തിൽ പറയുന്നതിൻ്റെ കൂടെ സുമതിയുടെ കൈ പിടിച്ചകത്തേക്ക് പോയിരുന്നു ചിത്ര. എന്നാൽ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഈശ്വരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ചിത്രയെയും അബിയെയും കൊല്ലാനുള്ള അവരുടെ പക ഇരട്ടിച്ചു. ഇതേ സമയം കഥകൾ പുറകിൽ നിന്നിതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആവണിയിൽ ചെറിയൊരു ആശ്വാസം നിറഞ്ഞു. എത്രയൊക്കെ മുത്തശ്ശിയെ പേടിച്ച് സുമതിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ആവണിക്ക് അവരെ ഇഷ്ടമാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രയും അബിയും അവർ ശത്രുക്കളല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. പുറത്തുള്ള ചെറിയ ബെഞ്ചിൽ ഇരിക്കുവാണ് ചിത്രയും സുമിതയും. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. മതി ചേച്ചി കരഞ്ഞത്. നിങ്ങളുടെ ആയുസിൻ്റെ നല്ലൊരു ഭാഗം ഈ വീട്ടിലെ അടുക്കളയ്ക്ക് അവർക്കും വേണ്ടി ജോലി ചെയ്ത് നശിപ്പിച്ചു. ഇനിയുള്ള കാലമെങ്കിലും ചേച്ചിക്ക് വേണ്ടി ജീവിക്ക്. പറയുന്നതിൻ്റെ കൂടെ സുമതിയുടെ 2 കണ്ണുകളും അവൾ തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഞാനൊരു ജോലിക്കാരിയാണെന്ന് എനിക്കറിയാം മോളെ. അതുപോലെ എല്ലാവരും എന്നോട് പെരുമാറിയിട്ടുള്ളൂ. അല്പമെങ്കിലും എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളത് ചന്ദ്രകുഞ്ഞും ആവണിമോളുമാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോകാൻ പറയുമെന്ന് കരുതിയില്ല. ആയുസ് തീരുന്നത് വരെ ഈ അടുക്കളയിൽ കഴിയണമെന്നായിരുന്നു. പെട്ടെന്നാണ് അബിയുടെ കാറ് മുറ്റത്തേക്ക് കയറി വന്നത്. അത് കണ്ടതും കണ്ണു തുടച്ച് സുമതി എണീറ്റു. അബിക്കുഞ്ഞിന് ഗ്രീൻ ടീ മതി. അല്പമടിയോടുകൂടി സുമതി ചോദിച്ചതിന് അതിന് ശബ്ദത്തിൽ ചിത്ര അവർക്ക് മറുപടി കൊടുത്തിരുന്നു. ഉടനെ തലയാട്ടിക്കൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി. കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന അബി അവനെ നോക്കി മുൻപിൽ ചിരിയോടെ നിൽക്കുന്ന ചിത്രയെ കണ്ടതും അവൾ കഴുത്തേക്ക് പോയി. ആർ യു ഓക്കെ? അല്പം ഗൗരവത്തിൽ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ അവളോടുള്ള കരുതലും സ്നേഹവും ചിത്ര വേഗം തിരിച്ചറിഞ്ഞിരുന്നു. ഒരു പതിഞ്ഞ ചിരി അവൾ അവന് സമ്മാനിച്ചപ്പോഴാണ് അബി അകത്തേക്ക് കയറിയത്. മുറിയിലേക്ക് പോയ ഉടനെ ലാപ്പ് ബെഡിലേക്ക് വെച്ച് അവൻ ബാത്റൂമിലേക്ക് പോയി. ഒന്ന് കുളിച്ച് പുറത്തേക്ക് വരുമ്പോൾ സുമയിട്ട് വെച്ച ചായയുമായി ചിത്ര വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങി ചുണ്ടോട് ചേർക്കുന്നതിൻ്റെ കൂടെ മറ്റൊരു കൈ കൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. ഒരു നിമിഷം ചിത്രയുടെ കണ്ണുകൾ വിടർന്നു വന്നു. അവനെ ഒന്ന് മുഖമുയർത്തി നോക്കിയതിന് മുൻപ് അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നിരുന്നു. ചിത്രയുടെ കണ്ണുകൾ വിടർന്നു. അവനെ തന്നെ അവൾ കൊതിയോടെ നോക്കി നിന്നു. ഉടനെ തൻ്റെ കയ്യിലുള്ള ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ടവൻ അവളെയും കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ചിത്രയെ സോഫയിലിരുത്തിയതിനു ശേഷം അബി അവളുടെ മടിയിലേക്ക് തലചായ്ച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലയിലൂടെ തലോടി കടന്നുപോയി. ചിത്രയെ നോക്കി കിടക്കുമ്പോൾ അവളുടെ വെള്ള നിറമുള്ള വയറിൽ തന്നെയായിരുന്നു അവൻ്റെ കണ്ണുകൾ. അവൻ്റെ കൈകൾ പതിയെ അവിടേക്ക് സഞ്ചരിച്ചതും പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. അടുക്കളയിൽ നല്ല ജോലി തിരക്കിലാണ് സുമ. അവരുടെ അടുത്തേക്ക് ആവണി വന്നു. സാധാരണ എന്തെങ്കിലും വേണമെങ്കിൽ സുമയോട് ചോദിക്കാറാണ്. എന്നാൽ ഇപ്പോൾ അവൾക്കെന്തോ അതിന് തോന്നിയില്ല. രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാണ് അവർ.
ആവണി അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചായക്ക് വെച്ചു. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സുമ കാണുന്നത് ചായക്ക് വെള്ളം വെക്കുന്ന ആവണിയെയാണ്. മോളെന്തിന് ഇതൊക്കെ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരില്ലേ? ചോദിക്കുന്നതിനെ കൂടെ അവളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി വെച്ചിരുന്നു അവർ. മോള് ചെല്ല്, കുഞ്ഞിനെയും മേഡത്തിനുമുള്ള ചായ ഞാൻ ഉണ്ടാക്കി വരാം. അവർ ഒരു ചിരിയോടെ പറഞ്ഞതും ആവണി തിരിഞ്ഞു നടന്നു. കുഞ്ഞെ, പെട്ടെന്ന് സുമ വിളിച്ചതും ആവണി അവിടെ തന്നെ നിന്നു. സുമ വേഗം തൻ്റെ കയ്യിലുള്ള ആവണി കൊടുത്ത പണം അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എനിക്ക് ഈ ക്യാഷ് വേണ്ട മോളെ, ഇത് തരാൻ മോള് കാണിച്ച മനസ്സ്, അത് മാത്രം മതി എനിക്ക്. അത് പറഞ്ഞവർ ക്യാഷ് നീട്ടിയതും ആവണി അത് വാങ്ങാൻ മടിച്ചു. പക്ഷേ സുമ അവൾക്ക് അത് നിർബന്ധിച്ച് തിരികെ കൊടുത്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. വസുന്ധര തൻ്റെ മുറിയിൽ തന്നെ ഒതുങ്ങി. ചിത്രയെയോ അഭിയെയോ ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു മാറി നടക്കുവാണ്. ചന്ദ്രു ബാംഗ്ലൂരിൽ തന്നെയാണ്. പുതിയ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് അവനെങ്ങോട്ടും മാറാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ വിവരങ്ങളെല്ലാം ആവണി അവനെ അറിയിക്കുന്നുണ്ട്. പിന്നെ അഭിയിൽ നിന്ന് അവർക്ക് ദോഷം ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിലാണ് ചന്ദ്രു. അല്ലെങ്കിൽ അഭി സ്ത്രീകൾക്കെതിരെ ഒരു വിരൽ പോലും ഉയർത്തില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? മഹേശ്വരി അമ്മ അഭിക്കെതിരെ ലീഗലി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ മുൻപിൽ ഒരു വഴി തെളിഞ്ഞിട്ടില്ല. അതിൻ്റെ അരിശം അവരിലുണ്ട്. ഒരവസരത്തിനായി കാത്തിരിക്കുവാണവർ. ഈശ്വരമംഗലത്തിൻ്റെ സകല സ്വത്തുക്കളും ഇപ്പോൾ അഭിയുടെ കീഴിലാണ് മുൻപോട്ട് പോകുന്നത്. എല്ലായിടത്തും അവൻ്റെ ശ്രദ്ധ എത്തുന്നുണ്ട്. കിഷോറാണ് ഈശ്വരമംഗലത്തെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. അഭി സ്വത്തുക്കളെല്ലാം ഏറ്റെടുത്തോടു കൂടി ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ് സഹദേവൻ. അഭി പോയി കഴിഞ്ഞ ഉടനെ പതിയെ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ് ചിത്ര. അവിടെ അവളുടേതായ കുറച്ച് മാറ്റങ്ങൾ അവൾ വരുത്തിയിട്ടുണ്ട്. പുതിയ കുറച്ച് ചെടികളും മറ്റും. അതൊക്കെ ഒന്ന് തൊട്ടും തലോടിയും നിൽക്കുമ്പോഴാണ് കുറച്ച് മാറി നിൽക്കുന്ന ആവണിയിലേക്ക് അവളുടെ ശ്രദ്ധ പോയത്. തിരിഞ്ഞു നിന്ന് ആരോടോ സംസാരിക്കുകയാണവൾ. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പതർച്ചയോടെ സംസാരിക്കുന്ന ആവണിയെ കണ്ടപ്പോൾ ചിത്ര അവൾക്കടുത്തേക്ക് നടന്നു. അയ്യോ വേണ്ട, ഞാൻ വന്നോളാം. ഇല്ല, ആരോടും പറയില്ല, സത്യം. രഹസ്യമായി പറയുന്നതിൻ്റെ കൂടെ അവൾ ഫോൺ വെച്ച് തിരിഞ്ഞിരുന്നു. ഒരു നിമിഷം തൻ്റെ മുൻപിൽ നിൽക്കുന്ന ചിത്രയെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ചിത്ര അപ്പോഴും അവളെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ ചിത്രയ്ക്ക് മുഖം കൊടുക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പ്രവൃത്തിയിൽ ചിത്രയ്ക്ക് നല്ല രീതിയിൽ സംശയം തോന്നിയെങ്കിലും തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരോടും പറയേണ്ടെന്ന് അവൾക്ക് തോന്നി. പിന്നെ കുറച്ചു നേരം കൂടെ ആ ഗാർഡനിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് അതിനുശേഷം അവൾ അകത്തേക്ക് കയറി. ഇതേ സമയം തൻ്റെ മുറിയിലാകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ആവണി. അവളുടെ മനസ്സ് മുഴുവൻ കുറച്ച് ദിവസമായി തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകളിലാണ്. അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നതും ചിന്തയിൽ നിന്ന് ഉണർന്നുകൊണ്ട് വേഗം ആ ഫോൺ എടുത്ത് നോക്കി. നേരത്തെ വിളിച്ച അതേ നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നതുകൊണ്ട് തന്നെ അത് നോക്കാതെ അവൾ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. സുമയുടെ ഫോൺ നിർത്താതെ അടിക്കുന്നത് കണ്ടാണ് ചിത്ര അവിടേക്ക് വന്നത്. സുമയെ അവിടെയെല്ലാം നോക്കിയെങ്കിലും എവിടെയും കാണാത്തത് കൊണ്ട് അവൾ ആ ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ ചന്ദ്രു കുഞ്ഞെന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ടതും അവൾ കോൾ എടുക്കാതെ വീണ്ടും അത് താഴേക്ക് വെച്ചു. എന്നാൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ചിത്ര വീണ്ടും നിർത്താതെ ഫോൺ അടിക്കുന്നത് കണ്ടതും അതിനടുത്തേക്ക് പോയി. ഹലോ. അല്പം അടിച്ചാണെങ്കിലും ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് സംസാരിക്കുമ്പോൾ ചന്ദ്രുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അവൾ ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആരാ? തനിക്ക് പരിചിതമില്ലാത്ത ശബ്ദം കേട്ടപ്പോഴാണ് ചന്ദ്രു ആ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ ചിത്രയാണ്. സുമ ചേച്ചി ഫോൺ ഇവിടെ വെച്ച് പുറത്തു പോയി. ഇവിടെ കിടന്ന് അടിക്കുന്നത് കണ്ടപ്പോൾ എടുത്തതാ. ഒരു വിശദീകരണം പോലും അവൾ പറഞ്ഞു തീർക്കുമ്പോൾ മറുപുറത്ത് നിൽക്കുന്നവൻ അത് കേട്ടു നിന്നു. ഞാൻ ആവണിക്ക് ഒന്ന് ഫോൺ കൊടുക്കുമോ? അവളുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്പം അടിച്ചാണെങ്കിലും ചിത്രയോട് അത് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസമായിരുന്നു ആവണിയിൽ കാണുന്ന മാറ്റവും. ഉച്ചക്ക് മുതൽ സ്വിച്ച് ഓഫ് ആയ അവളുടെ ഫോൺ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. ഞാൻ കൊടുക്കാം, ഒരു മിനിറ്റ്. പറയുന്നതിൻ്റെ കൂടെ ആ ഫോൺ എടുത്ത് പടി കയറി തുടങ്ങിയിരുന്നു അവൾ. തൻ്റെ മുറിയുടെ കഥയിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവൾ വേഗം 2 കൈ കൊണ്ട് മുഖാമർത്തി തുടച്ച് ഡോറ് തുറന്നു. എന്നാൽ മുൻപിൽ നിൽക്കുന്ന ചിത്രയെ കണ്ട് അവളുടെ മുഖം സംശയത്തിൽ ചുളുങ്ങി. ഫോൺ എന്ന് പറഞ്ഞ് ചിത്ര അവൾക്ക് നേരെ ഫോൺ നീട്ടിയതും വേഗം ഫോൺ വാങ്ങി കതകടച്ചിരുന്നു ആവണി. അപ്പോഴും അവളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു ചിത്ര. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകളും ചുവന്ന മൂക്കും മുഖവും അവൾ കരഞ്ഞതിൻ്റെ അടയാളമായിരുന്നു. സാധാരണ ആവണി എവിടെ പോകുമ്പോഴും കൂടെ ഫോൺ കൊണ്ട് നടക്കാറുള്ളതാണ്. താൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇതുവരെ ചന്ദ്രു അവളെ തിരക്കി സുമയെ വിളിച്ചിട്ടില്ല.
ഇതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ എവിടെയോ എന്തോ വലിയ പൊരുത്തക്കേട് അവൾക്ക് തോന്നിയിരുന്നു ആ നിമിഷം.